ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ എംടെക് കഴിഞ്ഞ് ഒരു ജോബിലൊക്കെ കയറി, അതിനുശേഷം ഒരു കരിയർ ബ്രേക്ക് വരുന്നു. പിന്നീട് ഒരു ജോബിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് റിജക്ഷൻ നേരിടേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരുപാട് പേരെ എനിക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഒരാളുമായിട്ട് സംസാരിക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഇതേപോലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്? ഇനി എന്താണ് എനിക്കൊരു ഫ്യൂച്ചറിൽ, എന്താണ് എനിക്കൊരു കരിയർ ഓപ്ഷൻ? അതോ ഞാൻ ഇവിടെ തന്നെ നിന്നു പോകും? ഇങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് നമ്മുടെ ഉള്ളിലൂടെ പോകും. ഇത് നമ്മളെ ശരിക്കും പറഞ്ഞ ഒരു ബാക്കിലോട്ട് വലിക്കുന്ന ചില തോട്ട്സ് ആണ്. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു തോട്ട്സ് നമ്മൾ മാറ്റിവെക്കുക. നമുക്ക് എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതിനാദ്യം വേണ്ടത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അല്ലേ, അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എത്തണം എന്നുള്ളത് ആദ്യം നമ്മൾ ഉറപ്പിക്കുക. പിന്നെ ഇതെങ്ങനെ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു നമ്മളോട് സംസാരിച്ച ഒരാൾ പറഞ്ഞു, നമ്മൾ ഒരുപാട് ജോബിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ റിജക്ഷൻ നേരിടേണ്ടി വരുന്നു. അപ്പൊ അതിന് മെയിനുള്ള ഒരു കാരണം ഈ പറഞ്ഞ ഒരു കരിയർ ബ്രേക്ക്. അത് ഒരു പക്ഷേ നമ്മളെ ഏതെങ്കിലും രീതിയിലൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും നമ്മുടെ ഒരു തെറ്റുകൊണ്ടാവണം എന്നില്ല. സോ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചെറിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരുപാട് സാലറി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിന് അനുസരിച്ചിട്ടുള്ളതൊന്നും ആവില്ല, എങ്കിൽ പോലും അതിലേക്ക് നമ്മളൊന്ന് ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ കയറാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡ്രീം ജോബിന് വേണ്ടിയുള്ള പരിശ്രമം തുടരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ടീച്ചിങ്ങിന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുത്ത് നമുക്ക് പതുക്കെ ഒരു ട്രാക്കിലേക്ക് വരാൻ പറ്റും. ഇനി ഒപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ലൈക്ക് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും അതിനോടൊപ്പം പാരലലി നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു ജോബൊക്കെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, ചെറിയൊരു ഏണിങ്ങും കിട്ടും, ഒപ്പം നമ്മൾ ഒരു ട്രാക്കിലേക്ക് കയറി എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ആ ഒരു ഡ്രീം ജോബിന് വേണ്ടി മാത്രം ശ്രമിച്ച് അല്ലെങ്കിൽ ഒരു എക്സാം എഴുതി കിട്ടാൻ വേണ്ടി മാത്രം കാത്തിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് വർഷങ്ങൾ പോവുകയാണ്. നേരത്തെ പറഞ്ഞ ഫീലിങ്സ് കൂടാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പൊ ചെറിയ രീതിയിലാണെങ്കിലും ആ ഒരു ജോബിലേക്ക് കയറിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഡ്രീം ജോബിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്തിപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നിരാശ കൊണ്ട് കാര്യമില്ല, നമ്മൾ പ്രത്യാശയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾവേസ് ബി പോസിറ്റീവ്. താങ്ക് യു.